ഇതിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ വഴി നടത്തപ്പെടുന്ന നിർമ്മിതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടിസ്ഥാനപരമായ വിഷയമുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എൻജിനീയേഴ്സാണ്. അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഈ കെട്ടിടം പണിതത് 2 വർഷം മുമ്പാണെന്നാണ് പറയുന്നത്. അതിൽ പിന്നെ കോറിഡോർ വളരെ ഇടുങ്ങിയതാണ്, ആളുകൾക്ക് പോകാൻ പ്രയാസമുള്ള സംഗതിയാണെന്നൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നിർമ്മാണ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു വിഭാഗമാണ്. ഇതിന് ഒരു കൂട്ടുത്തരവാദിത്തമില്ല. കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇതിൽ കറണ്ട് എത്തിക്കേണ്ടത് PWD ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ ഇലക്ട്രോണിക്സ് വിഭാഗമുണ്ട് PWD, അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടത്. ഇവർ തമ്മിൽ ഇതൊരു കെട്ടിടമാണ് ഉണ്ടാക്കും. ആ കെട്ടിടത്തിൽ എന്തൊക്കെയാണ് പിന്നീട് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരേ എസ്റ്റിമേറ്റ് അല്ല ഉണ്ടാക്കുക, പിന്നീടാണ് എസ്റ്റിമേറ്റ് അവർ ഉണ്ടാക്കുക. അപ്പോൾ ഇത് പറഞ്ഞാൽ ഈ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ്റെ കുറവ് ഈ ബിൽഡിങ്ങിൽ മൊത്തം, നമ്മൾ സർക്കാർ ബിൽഡിങ്ങിൽ മൊത്തം അല്ലെങ്കിൽ ആശുപത്രി ബിൽഡിങ്ങിൽ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഈ ബിൽഡിങ്ങിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഈ കോർഡിനേഷൻ്റെ അഭാവം വളരെയധികം നീളിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ UPS അതുപോലെ തന്നെ അവിടുത്തെ ബാറ്ററികൾ അതൊക്കെ അതിൻ്റെ കാലാവധി അതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് നേരത്തെ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഒരു ട്രെയിൻഡായ ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രെയിൻഡായ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവിടെ HDS ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അതുപോലെയുള്ള കമ്മിറ്റികളൊക്കെ ഈ താൽക്കാലികമായി എടുക്കുന്ന ആളുകളാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അവർക്ക് മതിയായ ട്രെയിനിങ് കിട്ടുന്നില്ല. ആ മതിയായ ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ അതിൽ എങ്ങനെയാണ് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ അജ്ഞരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ ട്രെയിനിങ് കിട്ടുന്നില്ല. ഇലക്ട്രിക്കൽ ഡിപ്ലോമയും മറ്റൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പം നമ്മുടെ ഈ സർക്കാർ മേഖലയിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഉണ്ടാകുന്ന ഈ ഒന്നാമത് അഴിമതി എല്ലാ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലാണ്. ഉദ്ദേശിച്ച രൂപത്തിലുള്ള സുരക്ഷയോ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഉറപ്പോ അതൊന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം ഇത് 2 വർഷമായിട്ടാണ് ഉള്ളൂങ്കിൽ എന്ന് പറയുന്നു. പക്ഷേ 3ാമത്തെ നിലയിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചോർച്ച ഉണ്ട് എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഈ അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം തന്നെ നടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിലെ ഇലക്ട്രിക്കൽ വിഭാഗം പിന്നീടാണ് ഈ കെട്ടിടമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് PWD ഇലക്ട്രിക് സെക്ഷൻ അവിടെ വൈദ്യുതീകരണത്തിനും മറ്റുമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നതും അവർ ആ പ്ലാൻ അപ്പോഴാണ് വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളെ ഇതിലുള്ള വയറിങ് അത് സുരക്ഷിതമാണോ, ഈ ഇത്രയും കപ്പാസിറ്റിയുള്ള UPS-നും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉറപ്പുള്ള വൈദ്യുതി വയറുകളാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ഈ PWD ഇലക്ട്രിക്കൽ വിങ്ങും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഡയറക്ടറേറ്റുമാണ്. അപ്പോൾ അത് നമ്മൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും സമാസമയങ്ങളിൽ നൽകുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് പ്രധാനമായും കാരണമാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ